നമസ്കാരം. ഞാൻ സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, മെഡിക്കൽ സയന്റിസ്റ്റ്, ഡയറക്ടർ AIMRC പാലക്കാട്. ആദ്യമായി ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് രക്താർബുദത്തെ പറ്റിയാണ്. രക്താർബുദം നിങ്ങൾക്കറിയാമോ എന്നറിയില്ല. ശരീരത്തിലെ 80 അവയവങ്ങളെ അർബുദം ബാധിക്കാം എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹൃദയത്തെയും ബാധിക്കുന്നുണ്ടെന്നും ഞങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അപകടം പിടിച്ച ഗുരുതരമായ അർബുദം ബ്രെയിൻ ഗ്ലയോമ അഥവാ മസ്തിഷ്ക ക്യാൻസറാണ്. ഈ നസൂർ അല്ലെങ്കിൽ പുട്ടുനോയി എന്ന് പറയുന്ന പല ഭാഷകളിൽ ക്യാൻസർ, അതിൽ രണ്ടാമത്തെ ഏറ്റവും വലുത് ശ്വാസകോശ അർബുദമാണ്. മൂന്നാമത്തെ രക്താർബുദമാണ്. രക്താർബുദത്തിൽ ഏറ്റവും അപകടമാണ് B12 എന്ന കൊബാലമിൻ കൂടിയ അവസ്ഥ. അതുപോലെ വൈറ്റ് ബ്ലഡ് സെൽ 11,000 മുകളിൽ കയറിയാൽ രക്താർബുദത്തിന്റെ ആരംഭമായി. ഇതിന് ഗവേഷകരായ ഞങ്ങൾ കണ്ടെത്തിയ അത്ഭുത മരുന്ന് തികച്ചും പ്രകൃതി സൌജന്യമായി നൽകുന്നു. ഈ രക്താർബുദത്തിന്റെ പ്രധാന മരുന്ന് ഉണ്ടാക്കുന്നതും ഞങ്ങൾ അതിൽ റിസർച്ച് ചെന്നെത്തപ്പെടും നമ്മുടെ ചേനയിലാണ്. എലഫന്റ് പാം. നമ്മുടെ നല്ല മണ്ണിൽ, നല്ല വളക്കൂറുള്ള മണ്ണിൽ, കറുത്ത മണ്ണിൽ, അല്ലെങ്കിൽ കേരളത്തിൽ 7 തരം മണ്ണുണ്ട്. അതിൽ അട്ടപ്പാടി ഭാഗത്ത്, ഇടുക്കി ഭാഗത്ത്, വയനാട് ഭാഗത്തുനിന്ന് മണ്ണിൽ ഉണ്ടാക്കുന്ന ചേന 5 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് സ്ഥിരമായി പലതവണ കഴിക്കുകയും ഒമേഗ-3 മീനെണ്ണ അഥവാ ഒമേഗ-3 369, അതിൽ ഒമേഗ-3 DHA എന്ന് പറയുന്നത് അമിത അളവിൽ മീനെണ്ണ ഗുളികയോ മീനെണ്ണയോ, ഈ ഒമേഗ-3 കടൽ മത്സ്യത്തിലും നാടൻ കോഴിമുട്ടയിലും പച്ചപ്പുല്ല് തിന്നുന്ന പശുവിന്റെ പാലിലും മാത്രമേ പ്രകൃതിയിലുള്ളൂ. പക്ഷേ ഈ സഫീഷ്യന്റ് അളവ് കിട്ടാൻ ചിലപ്പോൾ സപ്ലിമെന്റ് ഉപയോഗിക്കേണ്ടി വരും. അത് നല്ല കമ്പനിയുടെ ഉപയോഗിക്കുക, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇത് കഴിച്ചാൽ അല്പം കുറച്ച് സൂര്യപ്രകാശവും കൊണ്ടാൽ, ഒപ്പം വിറ്റാമിൻ C അടങ്ങിയ ഭക്ഷണവും കഴിച്ചാൽ നമുക്ക് ഏത് രക്താർബുദത്തിനെയും മാറ്റാമെന്ന് ഞങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നുണ്ടാകുന്ന മരുന്നുകളാണ് ലക്ഷങ്ങളും കോടികളും പറഞ്ഞ് അമേരിക്കക്കാരനും കനഡക്കാരനും വിദേശികളും ഇമ്പോർട്ടഡ്. ഇപ്പോൾ അവസാനം 65% മഞ്ഞൾപ്പൊടി, ഞങ്ങളൊരു മരുന്ന് 4 ലക്ഷം രൂപയാണ്. ഇതിൽ മഞ്ഞപ്പൊടിയാണ് കർണാടകയിൽ നിന്ന് വാങ്ങുന്നതെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പൊതുജന നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ, പ്രകൃതി തന്നെ വലിയൊരു ഡോക്ടറാണ്, പ്രകൃതി വലിയൊരു ശാസ്ത്രജ്ഞനാണ്, പ്രകൃതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. പ്രകൃതി എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്നുണ്ടാക്കിയിട്ടുണ്ട്. അത് തെരഞ്ഞുപിടിക്കലാണ് ഞങ്ങളെപ്പോലുള്ള ശാസ്ത്രജ്ഞരുടെ ജോലി. അപ്പോൾ പൊതുജന നന്മയ്ക്കായി നിങ്ങൾ പ്രകൃതിദത്ത ഭക്ഷണം കഴിച്ച്, ഓർഗാനിക്, യാതൊരു രാസവസ്തുക്കളും അടങ്ങാത്ത ഭക്ഷണം കഴിച്ച് ഇത്തരത്തിലുള്ള ക്യാൻസർ, കുഷ്ഠം, ക്ഷയം, എയ്ഡ്സ്, റിട്രോവിയൽ ഇൻഫെക്ഷൻ വിത്ത് ടോക്സോപ്ലാസ്മ, RIT, വൈറ്റമിൻ C ആണ് എയ്ഡ്സിന് വേണ്ട പ്രധാനപ്പെട്ട. അമിത അളവിൽ കഴിച്ചാൽ എയ്ഡ്സിന്റെ സിംറ്റം കുറയ്ക്കാം. ഈ റിട്രോവിയൽ ഇൻഫെക്ഷൻ, ഇത് ഞങ്ങൾ ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ എന്റെ മുഴുവൻ പേര് സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. ഞാൻ മെഡിക്കൽ സയന്റിസ്റ്റാണ്. ഞാൻ വൈസ് ചാൻസലറാണ്. അനവധി അന്താരാഷ്ട്ര അതോറിറ്റികളുടെ ഹെഡാണ്. ലോകത്തിലെ 6 ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ്. ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ കാനഡ, ഈ ചികിത്സാ രീതിയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ബേസിക്കലി ഒരു അലോപ്പതിയിൽ 6-7 ബിരുദങ്ങളുള്ള ഡോക്ടറേറ്റുള്ള ആളാണ്. പക്ഷേ രോഗം കണ്ടുപിടിക്കാൻ പോയപ്പോൾ ഞങ്ങൾ പോയത് ഇതിന്റെ മൂലകാരണം കണ്ടുപിടിച്ചാൽ മാത്രമേ ക്യാൻസർ അടക്കമുള്ള രോഗത്തിന് സ്ഥിരമായ പരിഹാരമുള്ളൂ, അപൂർവ രോഗങ്ങൾക്കും എന്ന് കണ്ടെത്തി. ആ ഒരു വൈദഗ്ധ്യത്തിലാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങൾ ചേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പക്ഷേ ചേന വൈറ്റ് ബ്ലഡ് സെൽ കുറഞ്ഞവർ, ശ്വേതരക്താണുക്കൾ, രോഗപ്രതിരോധ ശക്തി അത് കുറഞ്ഞവർ ചേന ഉപയോഗിക്കരുത്. ചേനയും ഒമേഗ-3 ഉള്ളിവർഗ്ഗങ്ങളും വിറ്റാമിൻ സിയും മഞ്ഞൾപ്പൊടിയും, നാടൻ മഞ്ഞൾപ്പൊടിയും ക്യാൻസറിനെ തുരത്തുമെന്ന്, പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസറിനെ തുരത്തുമെന്ന് ഞങ്ങൾ വർഷങ്ങളുടെ ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. താങ്ക് യു. നമസ്കാരം. ലോക സമസ്ത സുഖിനോ ഭവന്തു.